ഹരിയാനയിൽ മൂന്നര വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കൊടും ക്രൂരത നടന്നത് നൂഹ് ജില്ലയിലാണ്. ഇന്നലെ വൈകിട്ട് വീടിന് സമീപത്തുണ്ടായിരുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. രാത്രി 11 മണിയോടെ ചോരയിൽ കുളിച്ച പെൺകുട്ടിയുടെ മൃതശരീരം കണ്ടെത്തുകയായിരുന്നു. കൈകാലുകളുടെ എല്ലുകൾ ഒടിഞ്ഞിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകും. അർജുനെ, വളരെ ക്രൂരമായ സംഭവമാണ്. എന്താണ് കിട്ടുന്ന വിവരങ്ങൾ? ഈ പ്രതിയെ നിലവിൽ പിടികൂടിയിട്ടുണ്ട്. അയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത്, ആ വീടിന് സമീപത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെൺകുട്ടി. 4 മണിയോടെ ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത് കണ്ട ദൃക്സാക്ഷികളുണ്ട്. അതിന് പിന്നാലെ തന്നെ അവിടെ തിരച്ചിൽ നല്ല വ്യാപകമായി തന്നെ ആരംഭിച്ചിരുന്നു. പ്രത്യേകിച്ചും വീട്ടുകാരും സമീപവാസികളും തന്നെയായിരുന്നു തിരച്ചിൽ ആരംഭിച്ചത്. പോലീസ് വിവരം അറിയിച്ചിരുന്നു. പക്ഷേ ഈ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള പരാതിക്ക് ശേഷം പോലീസ് ആദ്യം പരിശോധന ആരംഭിക്കാൻ വൈകി എന്നുള്ളതാണ് നിലവിൽ കുടുംബം ആരോപിക്കുന്നൊരു കാര്യം. അതിനുശേഷം ഈ രാത്രിയോടെ മൃതശരീരം കണ്ടെത്തിയതിനു ശേഷമാണ് ആ സംഭവ സ്ഥലത്തേക്ക് പോലും പോലീസ് എത്തിയത് എന്നുള്ള കാര്യമടക്കം കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഈ തിരച്ചിലിന് ഒടുവിൽ രാത്രി 11 മണിയോടുകൂടി ഈ റോഡ് അരികിലായിട്ട് ഒരു ചോരയിൽ കുളിച്ച നിലയിലാണ് ഈ കുട്ടിയുടെ 3.5-4 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ മൃതശരീരം കണ്ടെത്തിയത്. പോലീസ് സംഭവ സ്ഥലത്തേക്ക് വന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി അയച്ചിരിക്കുകയാണ്. അതിൻ്റെ റിപ്പോർട്ടുകളടക്കം ഇനി പുറത്ത് വരാനുണ്ട്. എന്തായാലും പ്രാഥമിക നിഗമനത്തിൽ ഈ പീഡനം നടത്തിയതിനു ശേഷം പീഡനത്തിന് ഇരയായ ശേഷമാണ് കൊലപാതകം എന്നുള്ള കാര്യം പോലീസും പറയുന്നുണ്ട്. അതിന് പിന്നാലെ വലിയ രീതിയിൽ അന്വേഷണം പോലീസും ഈ പ്രതിക്ക് വേണ്ടി നടത്തിയിരുന്നു. അങ്ങനെ മറാഡ് എന്ന് പറയുന്ന ഈ തൊട്ടടുത്തുള്ള ഗ്രാമം, അതായത് നൂഹ് എന്ന് പറയുന്ന ജില്ലയിലെ പിനങ്വാൻ എന്ന ഗ്രാമത്തിലാണ് ഈ കൊലപാതകം, ഈ ബലാത്സംഗ കൊലപാതകം നടക്കുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെയുള്ള ഗ്രാമമാണ് ഈ മറാഡ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഈ പ്രതിയെ കണ്ടെത്തിയത്. അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസ് പിടികൂടുന്നത്. എന്തായാലും അയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാകുന്ന കാര്യം കൂടിയാണ് നിലവിൽ പോലീസ് പറയുന്നത്. ഈ പ്രാഥമിക പരിശോധനയിലാണ് ഈ മൃതശരീരത്തിൻ്റെ കൈയും കാലുകളും അടക്കം, ആ എല്ലുകളടക്കം പൊട്ടിയിട്ടുള്ള നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ പീഡനത്തിന് ഇരയാക്കിയ ശേഷം തന്നെയാണ് കൊലപാതകം എന്നുള്ള കാര്യം പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്.